രണ്ട് ദിനവൃത്താന്ത പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. അവിടെ യൊരോബെയാം രാജാവ്, അബിയ രാജാവ്, രണ്ടു പേരുടെ ചരിത്രം. ജീവിതത്തിൽ ഒരുത്തൻ ജയിക്കുന്നു, ഒരുത്തൻ തോൽക്കുന്നു, ഒരുവൻ ബലം പ്രാപിക്കുന്നു, ഒരുവൻ്റെ ജീവിതത്തിൽ ബലം നഷ്ടപ്പെട്ടു പോകുന്നു. രണ്ട് കൂട്ടരും ദൈവമക്കളാണ്. രണ്ട് കൂട്ടരും ഇസ്രയേൽ ജനത്തിൽ പെട്ടവരാ. ഇസ്രയേൽ ഗോത്രത്തിൽ ജനിച്ചു ഇസ്രായേൽ ഗ്രഹത്തിൽ ജനിച്ചു വളർക്കപ്പെട്ടവരാ. രണ്ടുപേരും ദൈവത്തെ അറിയുന്നവരാണ്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം പ്രാപിച്ചവരാ. ദൈവത്തെക്കുറിച്ച് ജ്ഞാനം പ്രാപിച്ചവരാ. രണ്ട് കൂട്ടരും വിശ്വാസികളാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ രണ്ടുപേരും വിശ്വാസികൾ. യൊരോബെയാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവാണ്. ശലോമോൻ ചെയ്ത പാപം നിമിത്തം ദൈവം ഇസ്രായേൽ ഗ്രഹത്തെ രണ്ടായിട്ട് തിരിച്ചു. 10 ഗോത്രത്തിൻ്റെ രാജാവായിട്ട് ദൈവം യൊരോബെയാമിനെയും മറ്റ് 2 ഗോത്രം, യൂദാ ഗോത്രവും ബെന്യാമിൻ ഗോത്രത്തിൻ്റെ രാജാവായിട്ട് ദൈവം ശലോമോൻ്റെ മകൻ റഹോബെയാമിൻ, പിന്നെ അവൻ്റെ കാലശേഷം അബിയ രാജാവായി തീർന്നു. പല വ്യക്തികളുടെ പേര് കേൾക്കുമ്പം നമ്മൾ കേൾക്കാത്ത ചില പേരുകളുണ്ട്. പേരുകളെല്ലാം നിങ്ങൾ മറന്നുപോയാലും സാരമില്ല. ദൈവം എന്തുകൊണ്ടാണ് ഈ 2 പേരുടെ ചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? സത്യവേദപുസ്തകത്തിൽ ദൈവം എഴുതിയിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ ഭാഗങ്ങളും മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതി പുലർത്താൻ, നേർമയായി ജീവിപ്പാൻ, സത്യസന്ധതയോട് ജീവിപ്പാൻ, ദൈവസന്നിധിയിൽ വിശ്വസ്ത പുലർത്താനാണ് ദൈവം ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ മനുകുലത്തിന് ദൈവം തന്നത്. പല സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ പല സംഭവങ്ങൾ നടന്നെങ്കിലും എല്ലാ സംഭവങ്ങളും വിശുദ്ധ തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടില്ല. ദൈവമക്കൾക്ക് ആവശ്യമുള്ള സന്ദേശങ്ങൾ, ആവശ്യമുള്ള ആഹാരം, ആത്മീയ ആഹാരം മാത്രമേ വിശുദ്ധ തിരുവെഴുത്തുകളിൽ എഴുതിയിട്ടുള്ളൂ. ഇവിടെ 2 ദിനവൃത്താന്ത പുസ്തകം 13-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ യൊരോബെയാം രാജാവിൻ്റെ 18-ാം ആണ്ടിൽ അബിയാവ് യഹൂദയിൽ രാജാവായി. അവൻ 3 സംവത്സരം യെരൂശലേമിന് വാണു. അബിയാവിനും യൊരോബെയാമിനും തമ്മിൽ യുദ്ധമുണ്ടായി. തമ്മിൽ യുദ്ധമുണ്ടായി? ഇസ്രായേൽ ജനത്തിൽ വിശ്വാസികളുടെ തമ്മിൽ, 2 നേതാക്കന്മാരുടെ തമ്മിൽ, 2 വിശ്വാസികളുടെ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, യുദ്ധമുണ്ടായി. പരസ്പരം സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. 2 കൂട്ടരും യുദ്ധത്തിന് വന്നു നിൽക്കുന്നു. അബിയ 2 ഗോത്രം മാത്രമേ ഉള്ളൂ. അവന് 4 ലക്ഷം യുദ്ധവീരന്മാരുണ്ടായിരുന്നു. പക്ഷേ യൊരോബെയാമിൻ്റെ പക്ഷത്ത് 8 ലക്ഷം യുദ്ധവീരന്മാരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പക്ഷത്ത് 4 ലക്ഷവും നമ്മുടെ എതിർവശത്ത് 8 ലക്ഷം പേര് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പേടിയേ വരത്തുള്ളൂ. ഇവരോട് യുദ്ധം ചെയ്ത് എങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയും? കീഴടങ്ങാനേ നമുക്ക് മനസ്സുവരത്തുള്ളൂ. നമുക്ക് തോറ്റു കൊടുക്കാം, ഇവനോട് കൂടെ യുദ്ധം ചെയ്താൽ നമ്മളെല്ലാവരും നശിച്ചു പോകും എന്ന് വിചാരിക്കത്തുള്ളൂ. യൊരോബെയാം വിചാരിച്ചു, നമ്മുടെ ഭാഗത്ത് 8 ലക്ഷം പേരുണ്ട്, ഇവനോട് കൂടെ നമുക്ക് എളുപ്പമായിട്ട് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്ത് നമുക്ക് ജയിക്കാം എന്നുള്ള അഹങ്കാര മനോഭാവമുള്ള ഒരു വിശ്വാസിയായിരുന്നു. ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മുടെ കാലഘട്ടത്തിന് ഒത്തവണ്ണം ഞാൻ ശുശ്രൂഷിച്ചു പോകും. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം പഴയ നിയമത്തിലുള്ള കാര്യങ്ങളെല്ലാം വേണ്ടാന്ന് ഒഴിവാക്കാനും പറ്റത്തില്ല. അത് എഴുതിയിരിക്കുന്നതെല്ലാം ദൈവം നമ്മെ ഉണർത്തി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചയോ പാപസ്വഭാവങ്ങളുണ്ടോ പിന്നെ ദൈവസന്നിധിയിൽ ഒഴുക്കിക്കളഞ്ഞിട്ട് നിരപ്പോടെ ദൈവസന്നിധിയിൽ നീതി പുലർത്തുമ്പോൾ നമുക്ക് ജയാളിയായി ജീവിക്കാൻ കഴിയും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. എന്നാൽ അബിയ രാജാവ് എഫ്രൈം മലനാട്ടിലെ സമരായി മലമുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, യൊരോബെയാമും എല്ലാ ഇസ്രായേൽ ജനമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇസ്രായേലിന് രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവൻ്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്കും നൽകിയിരിക്കുന്നു.
എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഞാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ദാവീദിൻ്റെ പുത്രൻ്റെ കൈവശമുള്ള രാജ്യത്തോട് എതിർത്ത് നിൽപ്പാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരന്മാരോട് കൂടെ എതിർത്ത് നിൽക്കാൻ നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ വലിയ ഒരു സമൂഹം തന്നെ. യൊരോബെയാം നിങ്ങൾക്ക് ദൈവമായിട്ട് ഉണ്ടാക്കിയ കാളകുട്ടികളും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവൻ പറയുകയാണ്, നിങ്ങളോട് കൂടെ ആരുണ്ട്? യൊരോബെയാം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കാളകുട്ടികളും ഉണ്ടല്ലോ. ആരാ ഉണ്ടാക്കിയ? വിശ്വാസികൾ. നമ്മുടെ രക്ഷിക്കപ്പെട്ട സമൂഹം തന്നെ അവർക്ക് ദൈവമായിട്ട് കാളകുട്ടികളെ ഉണ്ടാക്കി. നിങ്ങളോടുണ്ടല്ലോ. നിങ്ങൾ ആരോൻ്റെ പുത്രന്മായ യഹോവയുടെ പുരോഹിതന്മാരെയോ ലേവ്യരെയോ തള്ളിക്കളഞ്ഞ് അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദ പ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കി. ദൈവം നിയമിച്ച ശുശ്രൂഷകന്മാരല്ല നിങ്ങൾക്ക് ശുശ്രൂഷിക്കുന്നത്, പകരം അന്യരും പരദേശികളും. ഒരു കാളക്കുട്ടിയും 7 ആട്ടുകൊറ്റനും ആരെങ്കിലും സഭയിൽ കൊണ്ടുവന്നാൽ അവൻ അടുത്ത ഞായറാഴ്ച സഭയിൽ ശുശ്രൂഷകനാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ കാലഘട്ടത്ത് ഉള്ള ഇത് വെച്ച് പറയുവാണെങ്കിൽ കാശുള്ളവനോ എഡ്യൂക്കേറ്റഡോ പാട്ട് പാടാൻ കഴിവുള്ളവനോ സഭയിൽ വന്നാൽ അടുത്ത ഞായറാഴ്ച എവിടെയായിരിക്കും? പുൽപ്പിറ്റിൽ നിന്ന് ശുശ്രൂഷിക്കും. ക്ഷമിക്കണ്ട കേട്ടോ, കേട്ടിരുന്നാൽ മതി. ആമേൻ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഈ കാലഘട്ടത്തിൽ സഭ അങ്ങനെയാണ് പോകുന്നത്. ഞാൻ ആദ്യം കേരളത്തിൽ വന്നപ്പം ചർച്ച് പാസ്റ്ററിൻ്റെ സൈഡിൽ ഒരാൾ ടർക്കി ടവലിട്ടിരിക്കും. ഞാൻ വിചാരിച്ചു ശുശ്രൂഷകനായിരിക്കും. ഫൈനാൻഷ്യലി വെൽബിൽറ്റ് ആളാണ് റൈറ്റ് സൈഡിലിരിക്കുന്നത്. പുള്ളിയാ തീരുമാനിക്കേണ്ട അടുത്ത വർഷം പാസ്റ്ററിനെ ചർച്ചിൽ ഇരുത്തണം വേണ്ടി വന്നു. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാതെ ഇരിക്കുന്നവർ മഹാഭാഗ്യവാന്മാർ. ഇതാ ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ തലവനായ ദൈവമുണ്ട്. നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനി കാഹളത്തോടും കൂടെ അവൻ്റെ പുരോഹിതന്മാരുമുണ്ട്. അവിടെ അഭിയ രാജാവ് പറയുന്നത്, ഞങ്ങളോട് ആരുണ്ട്? ദൈവമുണ്ട്. ദൈവത്താൽ നിയമിക്കപ്പെട്ട പുരോഹിതന്മാരുമുണ്ട്. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കാൻ നോക്കി. ഇവിടെ മുൻപിലാണ് ശത്രുക്കൾ, 8 ലക്ഷം ശത്രുക്കളും മുൻപിൽ നിൽക്കുന്നു എന്ന് വലിയൊരു പ്രസംഗം പ്രസംഗിച്ച് ഏകദേശം തീരാറായപ്പം യഹൂദ തിരിഞ്ഞു നോക്കിയപ്പം പുറകിൽ നിന്നും വലിയ ഒരു പടക്കൂട്ടം വരുന്നു. യഹൂദന്മാർ വിചാരിച്ചു യൊരോബെയാം രാജാവിന് നമ്മൾ എന്തായി? ഇരയായി എന്ന് അവൻ വിചാരിച്ചില്ല. അവൻ പറഞ്ഞത്, ഞങ്ങളോട് ആരുണ്ട്? ദൈവമുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ദൈവത്തിന് വിരോധമായിട്ടും ദൈവമക്കൾക്ക് വിരോധമായിട്ടും. തോറ്റത് യൊരോബെയാം രാജാവ്. 8 ലക്ഷം പേരായിട്ട് വന്നെങ്കിലും തോറ്റുപോയി. നമുക്ക് ഈ സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അഭിയ രാജാവും യൊരോബെയാം രാജാവിൻ്റെ ഒരു ചരിത്രം നമുക്കൊന്ന് നോക്കാം. കാരണം ഈ യുദ്ധം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ ഒരു യുദ്ധമാണ്, ഒരു അസാധാരണമായ യുദ്ധമാണ്. നമുക്ക് കാണാൻ കഴിയാത്ത ഒരു യുദ്ധം. യൂഷ്വലി വേദപുസ്തകത്തിൽ യുദ്ധം നടക്കുന്നതെല്ലാം ആത്മാവ്, രക്ഷിക്കപ്പെട്ട സമൂഹം, ജാതികളോടുള്ള ഒരു യുദ്ധം, ഫെലിസ്തീയരോട്, അമലേക്യരോട്, മോബിയരോടുള്ള ഒരു യുദ്ധമാണ് നമുക്ക് വേദപുസ്തകത്തിൽ സാധാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ എപ്പോഴെല്ലാം യുദ്ധം ചെയ്തോ ദൈവത്തിൽ ആശ്രയിച്ച സമയങ്ങളെല്ലാം ദൈവം ഇസ്രായേൽ ജനത്തിന് ജയം കൊടുത്തു. ഒരിക്കലും പരാജയപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. എപ്പോഴെല്ലാം ഇസ്രായേൽ ജനം പരാജയപ്പെട്ടിട്ടുണ്ടോ, തോറ്റിട്ടുണ്ടോ, ആ സമയത്തിലെല്ലാം അവരുടെ ജീവിതത്തിൽ പാപമുണ്ടായിരുന്നതുകൊണ്ട് ദൈവം അവരെ ജയിക്കാൻ അനുവദിച്ചില്ല. അപ്പോൾ ഇവിടെ അഭിയ രാജാവിൻ്റെ കൂടെ വെറും 2 ഗോത്രമേ ഉള്ളൂ, യൂദാ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും. പക്ഷേ യൊരോബെയാം രാജാവിന് ഒരു വലിയ സൈന്യമാണ് ഉള്ളത്. അവൻ യുദ്ധം ചെയ്യുന്നത് ആരോടെയാ? തന്നോട് കൂടെ ചേർന്ന് ദേവാലയത്തിൽ ആരാധന കഴിച്ച് തൻ്റെ കൂടപ്പറപ്പുകളോട്, തൻ്റെ കസിൻസിൻ്റോട്, തൻ്റെ സഹോദരന്മാരോട് അവൻ്റെ യുദ്ധം. ഒരിക്കലും അരുത്, ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. ദൈവമക്കളോടോ കൂടപ്പിറപ്പുകളോടോ സ്വന്തക്കാരോടോ ഒരിക്കലും എന്ത് ചെയ്യരുത്? മത്സരിക്കാൻ പോകരുത്. ഇനി 2 പേരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. വളരെ മോശമായി കേട്ടോ.
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 15-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അബിയ യെരൂശലേമിനെ വാണു, അവൻ്റെ അപ്പൻ മുമ്പ് ചെയ്ത സകല പാവങ്ങളിലും അവൻ നടന്നു. പക്ഷെ ജയിച്ചതാരാ? അബിയാവും യെറോബെയാമും യുദ്ധം ചെയ്തപ്പം യുദ്ധത്തിൽ ജയിച്ചതാരാ? അബിയാവുടെ ജീവിതം എങ്ങനെയായിരുന്നു? അബിയാവ് യെരൂശലേമിനെ വാണു, അവൻ്റെ അപ്പൻ മുമ്പ് ചെയ്ത സകല പാവങ്ങളിലും അവൻ നടന്നു. അവൻ്റെ അപ്പൻ എന്താ പാപം ചെയ്ത്? അവൻ്റെ അപ്പൻ്റെ പേര് റഹോബയാമിൻ്റെ അപ്പൻ്റെ പേര് സോളോമൻ എന്താ പാപം ചെയ്ത്? വളരെ വലിയ ജ്ഞാനിയായിട്ട് ദാവീദ് രാജാവിൻ്റെ പൈതലായി ഒരു സക്സസ്ഫുൾ രാജ്യം ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു രാജാവിൻ്റെ മകനായിട്ട് സോളോമൻ ജീവിച്ചത് മാത്രമല്ല, ദൈവത്തോട് പ്രാർത്ഥിച്ച് ജ്ഞാനം പ്രാപിച്ചവൻ. അവസാനം അവൻ വിവാഹം കഴിച്ച് 1, 2, 3 ഒത്തിരി വിവാഹം കഴിച്ച് അക്രൈസ്തവർ പുറജാതിയിലിരുന്ന് വിവാഹം കഴിച്ച് അവസാനം ഓരോ സ്ത്രീകൾക്കും പല വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹം നിറവേറ്റാൻ അസീർ പ്രതിഷ്ഠകൾ, ബാൽ വിഗ്രഹങ്ങൾ, അസ്ത്രോത്ത്, അങ്ങനെ ഒത്തിരി വിഗ്രഹ ആരാധനകൾ ദൈവ സമൂഹത്തിൽ അവൻ കൊണ്ടുവന്നു. ഇപ്പം യഹോവ മാത്രമല്ല അവർക്ക് ദൈവം, സഹരക്ഷകൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ വാക്ക്, സഹരക്ഷകന്മാർ കൂടുതൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ വന്നു. പക്ഷെ അവിടെ 1 രാജാക്കന്മാർ 15-ാമത്തെ അധ്യായത്തിൽ അബിയ രാജാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കർത്താവിന് ദാവീദിനെ കുറിച്ച് പറയാതെ ഇരിക്കാൻ സാധിച്ചില്ല. ബിക്കോസ് ഒത്തിരി ദൈവത്താൽ ആകർഷിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. അവൻ്റെ ഹൃദയം ദാവീദിനെ പോലെ ഏകാഗ്രതയുമുള്ള ഇരുന്നില്ല. ഹി വാസ് നോട്ട് ഫെയ്ത്ത്ഫുൾ ടു ഗോഡ് ലൈക്ക് ഡേവിഡ്. എങ്കിലും ദാവീദ് നിമിത്തം അബിയാവിനെ അവൻ്റെ അനന്തരനായി ഉയർത്തിയും യെരൂശലേമിനെ നിലനിർത്തിയും കൊണ്ട് അവൻ യെരൂശലേമിൽ ഒരു ദീപം നൽകി. അപ്പോൾ ഇവനെ രാജാവാക്കാൻ കാരണമെന്താ? ഇവൻ രാജാവെ നിൽക്കാൻ കാരണമെന്താ? ദൈവം ദാവീദിനോട് നിയമം ചെയ്തിരുന്നു. പക്ഷെ നിയമം ചെയ്ത് ദാവീദിനെ കുറിച്ച് അങ്ങനെ മഹത്വത്തോടെ പറഞ്ഞെങ്കിലും അവനെക്കുറിച്ചുള്ള ഒരു കുറവും ദൈവം അവിടെ പറയുകയാണ്. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, പക്ഷേ ഹിത്യനായ ഉരിയാവിൻ്റെ കാര്യത്തിൽ മാത്രം അല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തൻ്റെ ആയുസ് കാലം വിട്ട് മാറിയിട്ടില്ല. അപ്പം ഉറിയാവിൻ്റെ കാര്യം അവൻ എവിടെ വീണുപോയോ ആ വീണുപോയത് ദൈവം വളരെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ട് മറ്റെല്ലാ വിഷയങ്ങളിലും അവൻ എന്തായിരുന്നു? വളരെ വിശ്വസ്തനായിരുന്നു. ഐ ആം സോ ഹാപ്പി. കാരണം നിങ്ങൾ ഒരു വിഷയത്തിൽ വീണുപോയാലും ബാക്കിയുള്ള എല്ലാ വിഷയത്തിൽ നിങ്ങൾ വിശ്വസ്തനായിരുന്നാൽ യു ആർ ഗ്രേറ്റ് എന്ന കർത്താവ് പറയുന്നത്. കാരണം അവനോട് കൽപ്പിച്ച സകല വഴികളിലും അവൻ എന്തായിരുന്നു? ദൈവത്തെ ഭയപ്പെട്ട് അനുസരണമുള്ളവനായിരുന്നു. ഇവിടെ അബിയാവോട് പറയുന്നു, ദാവീദിനോട് ചെയ്ത നിയമം പ്രകാരം ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നത്. ദാവീദിനോട് എപ്പോഴാണ് നിയമം ചെയ്തത്? എന്നാ നിയമം? 2 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ദൈവം അവനോട് ഒരു കവനന്റ്, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാഥനോട് പറയുന്നു, ഞാൻ ദേവദാരുവിനെ കൊണ്ട് പണിത ഒരു വീട്ടിലാണ് ഞാൻ കിടക്കുന്നത്. പക്ഷേ ആർക്ക് ഓഫ് ഗാഡ് എവിടെയായിരിക്കുന്നത്? ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം എവിടെയായിരിക്കുന്നത്? കൂടാരത്തിലായിരിക്കുന്നത്. ഇവന് വളരെ കുറ്റബോധം. ഞാനൊരു നല്ല വീട്ടിൽ കിടക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം, ആർക്ക് ഓഫ് ഗാഡ് എവിടെയായിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ ടെന്റ്. ദൈവത്തിനൊരു ആലയം പണിയണമെന്ന ആഗ്രഹം വെളിപ്പെടുത്തിയപ്പോൾ തന്നെ ദൈവം നാഥൻ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞത്, അന്ന് രാത്രി തന്നെ അവന് അരുളപ്പാടുണ്ടായി. അന്ന് രാത്രി ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, എനിക്ക് നീ ആലയം പണിയുവോ? ഇതുവരെ ഞാൻ കൂടാരത്തിലും നിവാസത്തിലും അല്ലോ സഞ്ചരിച്ചു വന്നത്. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും ഛേദിച്ചു കളയും. ഞാൻ നിന്റെ പേർ വലുതാക്കും. എൻ്റെ ജനത്തെ ഞാൻ നടും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. യഹോവ നിനക്കൊരു ഗ്രഹമുണ്ടാക്കും. ഞാൻ നിന്റെ സന്തതിയെ പിൻതുടർച്ചയ്ക്കായി സ്ഥിരപ്പെടുത്തി രാജ്യത്വത്തെ സ്ഥിരമാക്കും. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായി ഇരിക്കും. നിന്റെ സിംഹാസനം എന്നത്തേക്കും ഉറച്ചിരിക്കും എന്ന് ദൈവം ദാവീദിനോട് ഒരു നിയമം ചെയ്തു.
നമ്മൾ വാക്ക് മാറുന്നത് പോലെ ദൈവം സാഹചര്യത്തിനൊത്തവണ്ണം വാക്ക് മാറുന്ന ദൈവമല്ല. സ്ഥിരമായിട്ട് എന്നേക്കും നിന്റെ തലമുറ എന്നേക്കും നിന്റെ മക്കൾ, പിന്നെ നിന്റെ മക്കളുടെ മക്കൾ, നിന്റെ മക്കളുടെ മക്കൾ തന്നെ രാജ്യത്വത്തിൽ ഞാൻ സ്ഥിരമാക്കും എന്ന് ദൈവം അരുളി ചെയ്തിട്ട് ശലോമോൻ എന്ത് ചെയ്തു? അവൻ്റെ മകൻ ശലോമോൻ, ദാവീദിൻ്റെ കാലം ശേഷം ശലോമോൻ ആ രാജ്യത്വത്തിലേക്ക് രാജാവായിട്ട് പ്രവേശിച്ചപ്പോൾ അല്പകാലം പ്രാർത്ഥിച്ചും ആരാധിച്ചുമൊക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയ സമർപ്പണവും എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവൻ്റെ വീക്ക്നെസ് പെണ്ണുങ്ങളായിരുന്നു. ഒത്തിരി കല്യാണമൊക്കെ കഴിച്ചു. പിന്നെ ഓരോ ദിവസവും ഓരോ ഭാര്യമാരും പറഞ്ഞു, എനിക്ക് ആ വിഗ്രഹം വേണം, ഞങ്ങളുടെ ദൈവം ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ ദേശത്ത് അന്യ വിഗ്രഹാരാധനകൾ വന്നു. ദൈവം അവനോട് അവനെ വാൺ ചെയ്തു, ശലോമോനെ, ഞാൻ നിനക്ക് ജ്ഞാനം തന്നു, ദേവാലയം പണിയാനുള്ള എല്ലാം നിനക്ക് നന്മകൾ തന്നു, നീ ചോദിച്ചതെല്ലാം തന്നു. പക്ഷെ നീ വിഗ്രഹങ്ങളെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് എനിക്ക് അനിഷ്ടമായത് ചെയ്യുന്നത് നീ നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ പണിഷ് ചെയ്യും, നിന്റെ രാജ്യത്തെ, നിന്റെ കിങ്ഡമിനെ ഞാൻ ടയർ ചെയ്യുമെന്ന് പറഞ്ഞു, കീറിക്കളയുമെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ പാപ ജീവിതമാണ് നമ്മളെ കീറിക്കളയുന്നത്. ഉടമ്പടി അവിടെ ഉണ്ട്, നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ, നമ്മളെ അനുഗ്രഹിക്കാൻ ഉടമ്പടി ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബലഹീനം, നമ്മുടെ പാപം, നമ്മുടെ അകൃത്യം നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു? സ്റ്റെയറിങ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതം എപ്പോഴെങ്കിലും കീറാൻ തക്കവണ്ണം ദൈവം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കീറാൻ ഭാഗത്ത് എന്തെങ്കിലും സംഭവം നടത്തിയ പൊതുവേ പാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പാസ്റ്റർ പറയും ഭയങ്കര പോരാട്ടമോ, നിൻ്റെ തലമുറകളെതിരെ ഭയങ്കര പോരാട്ടമാണ്, ബന്ധനമാണ്, ശാപമാണ്, അത് ഇതൊക്കെ പറയുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ ഞാൻ വായിക്കുമ്പോൾ ഇതൊന്നും അല്ല. ഒരുവൻ ക്രിസ്തുക്കളായാൽ പുതിയ സൃഷ്ടി, പഴയതെല്ലാം പോയി എന്ന് ദാവീദിനോട് പറഞ്ഞെങ്കിലും ദാവീദ് ദൈവസന്നിധിയിൽ എങ്ങനെ വിശ്വസ്തനായിരുന്നോ മക്കൾ എന്ത് ചെയ്യണം? അങ്ങനെ ദാവീദ് എന്ത് ചെയ്തു? ദാവീദിൻ്റെ മകൻ ശലോമോൻ പിന്മാറ്റത്തിലേക്ക് പോയി. 1 രാജാക്കന്മാർ 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ ശലോമോൻ അന്യജാതിയിലുള്ള സ്ത്രീകളെ സ്നേഹിച്ച് അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദൈവങ്ങളിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം ദാവീദിനെ പോലെ ദൈവത്തോട് ഏകാഗ്രതമായി ഇരുന്നില്ല. ശലോമോനോ അസ്തരോത്തിനെയും അമ്മോന്യരെയും മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മിൽക്കോമിനെയും സേവിച്ചു. ശലോമോൻ പൂർണ്ണമായിട്ട് അനുസരിച്ചില്ല. അപ്പം പകുതി നമുക്ക് ദൈവത്തെ അനുസരിക്കാം. ബൈബിളാണ് പറയുന്നത് ശലോമോൻ പൂർണ്ണമായിട്ട് അനുസരിച്ചില്ല. ഇങ്ങനെ ഒത്തിരി വിശ്വാസികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കുറച്ച് പാലിക്കും, കുറേ പാലിക്കത്തില്ല. കുറച്ച് പാലിക്കും, കുറേ പാലിക്കത്തില്ല. അവനോട് ദൈവം കോപിച്ച് അവനോട് പറഞ്ഞത്, നിന്റെ രാജ്യത്വം ഞാൻ നിന്റെ ദാസന് കൊടുക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. അവനെ ഭീഷണിപ്പെടുത്തി, അവനെ പേടിപ്പിച്ചു, അവനെ ഉണർത്തി നോക്കി, അവൻ കേട്ടില്ല. അവസാനം കർത്താവ് പറഞ്ഞു, നിന്റെ രാജ്യത്തെ ഞാൻ എടുത്ത് നിന്റെ ദാസനോട്. മൊത്തം എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ദൈവം അവൻ്റെ അവിടെ പറഞ്ഞു, എങ്കിലും രാജ്യത്വം മുഴുവനും പറിച്ചു കളയുകയല്ല, കാരണം എൻ്റെ ദാസനായ ദാവീദ് നിമിത്തം നിന്റെ മകന് ഒരു ഗോത്രം കൊടുക്കും. അങ്ങനെ യൂദാ ഗോത്രത്തിനൊരു ഗോത്രം കൊടുത്തു. ബെന്യാമീൻ കൊണ്ടുപോയത് ആരായിരുന്നു? വീട്ടിൽ നിന്ന് ദാസൻ, വീട്ടിൽ പണിയെടുത്തു കൊണ്ടിരുന്നവൻ 12 ഗോത്രത്തിൽ 12 ഗോത്രത്തിൻ്റെ രാജാവായി. ഓരോ ദിവസവും രാവിലെ വന്ന് രാജാവിൻ്റെ കൽപ്പന പ്രകാരം നിറവേറ്റിക്കൊണ്ടിരുന്ന ദാസൻ, അടിമ, പിറ്റേ ദിവസം ശലോമോൻ ഇരുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുക 10 ഗോത്രത്തിൻ്റെ രാജാവായിട്ട്. പക്ഷേ ആ നേബാത്തിന്റെ മകൻ യെഹോരാബാമിനെ ദൈവം പ്രവാചകൻ മുഖാന്തരം കൊടുത്തു. അവിടെ അങ്ങനെ യെരോബെയാം ശലോമോന്റെ ദാസനായിരുന്നു. അവൻ ശലോമോനോട് മത്സരിച്ചു. അവൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതെല്ലാം വിട്ടിട്ട് നേരെ ആ സംഭവത്തിലേക്ക് വരിക.
അങ്ങനെ ഒരു പ്രവാചകൻ ഒരു വസ്ത്രമൊക്കെ ഇട്ടിട്ട്, ഒരു അങ്കിയൊക്കെ ഷോളൊക്കെ ഇട്ടിട്ടൊന്ന്, അന്നൊക്കെ പ്രവാചകൻ്റെ മുകളിൽ ഒരു ഷോളുണ്ടാവും, ഒരു അങ്കി ഉണ്ടാവും. ഒരു പുതിയ ഷോൾ ഇട്ടിട്ട് ഇങ്ങനെ പോയപ്പം അവൻ്റെ അടുക്കൽ അവനെതിരെ യെരോബെയാം വന്നപ്പം ഷോളിനെ ഊരിയിട്ട് 12 പീസായിട്ട് കീറിയിട്ട് 10 പീസ് നീ എടുത്തോന്ന് പറഞ്ഞു. അവനൊന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല അവന്. അവൻ പറഞ്ഞു, ഇനി തൊട്ട് ഇസ്രായേൽ ദേശത്തിൽ 10 ഗോത്രത്തിൻ്റെ തലവൻ രാജാവ് നീയാണ്. ഞെട്ടിപ്പോയി. അടുത്തിരിക്കുന്നവരുടെ കൈ പിടിച്ച് പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. നിങ്ങളിങ്ങനെ പറഞ്ഞ അടുത്തിരിക്കുന്നൊന്നും നെട്ടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴും നെട്ടാൻ കാരണം അതാ. ഞെട്ടിപ്പോയി. ശലോമോൻ്റെ കാലം കഴിഞ്ഞിട്ട് നേബാത്തിൻ്റെ മകൻ യെരോബെയാം 10 ഗോത്രത്തിൻ്റെ രാജാവ്. പക്ഷെ ദൈവം അവിടെ പറഞ്ഞു, അവൻ എൻ്റെ വഴികളിൽ, ശലോമോൻ രാജാവ് എൻ്റെ വഴികളിൽ നടക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ രാജ്യത്വത്തിൻ്റെ 10 ഭാഗവും നിനക്ക് ഞാൻ തരുന്നു. പക്ഷെ അവർ കണ്ടീഷൻ പറഞ്ഞു, കർത്താവ്, ഞാൻ കൽപ്പിക്കുന്നത് നീ കേട്ട് എൻ്റെ വഴികളിൽ നടന്ന് എൻ്റെ ദാസനായി ദാവീദ് ചെയ്തതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ച് നടന്നാൽ, എനിക്ക് പ്രസാദമായതുള്ളത് ചെയ്താൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. യെരോബെയാമിനോട് എന്ന് പറഞ്ഞു, എൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും നീ പ്രമാണിച്ചാൽ ഞാൻ നിന്നോടുകൂടെ. പക്ഷെ അവൻ പ്രമാണിച്ചില്ല. കാരണം ഇവൻ രാജാവായിട്ട് കയറിയിരുന്നപ്പം ഈ 10 ഗോത്രക്കാരും യെരുസലേം ദേവാലയത്തിൽ യാഗം അർപ്പിക്കാൻ പോകുന്നതിന് പേടി. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവൻ തിരിച്ച് വരാതെ ഇരുന്നാലോ, ഇവരെല്ലാവരും നാളെ അവർക്ക് വോട്ട് ചെയ്താലോ, എല്ലാവരും അങ്ങോട്ട് പോയാലോ, എൻ്റെ കയ്യിൽ നിന്ന് 10 എന്തോ ഇവൻ പാരമ്പര്യമായിട്ട് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചിട്ടിരിക്കുക, കൈ വിട്ടു പോകാതിരിക്കാൻ. ദൈവം കൊടുത്തതാ. ശലോമോൻ പാപം ചെയ്തുകൊണ്ട് എടുത്ത് അടുത്ത ഒരു നേതാവിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞുവിടോ, നീ ദാവീദ്, ദൈവം എക്സാമ്പിൾ പറയുന്ന ഇതാ, ദാവീദ് അവൻ്റെ അടുത്തൊരു കുറവുണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റെല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യത്തിലും അവൻ എൻ്റെ മുൻപിൽ നേർമയുള്ളവനായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. കുറവ് പറയാൻ കാരണം എന്താ? നീ ആ കുറവിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ദാവീദിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ടല്ല. പലരും ദാവീദിൻ്റെ വീഴ്ചയെ കണ്ട് സന്തോഷിക്കുമ്പോൾ അവൻ്റെ വീഴ്ചയെ കണ്ട് അവൻ തിരിച്ചറിഞ്ഞ് അവൻ അനുതപിച്ചു, അവൻ റിപ്പന്റഡായി. ഹി നെവർ ഡിഡ് ദാറ്റ് സിൻ അഗൈൻ ഇൻ ഹിസ് ലൈഫ്. അവൻ മടങ്ങി വന്നു, അവൻ തിരിച്ചു വന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപത്തെ ചൂണ്ടിക്കാണിച്ച കൃപയുടെ പേരും പറഞ്ഞ് വീണ്ടും ആ കുഴി കിടന്ന് നീന്തരുത്. അത് പാപം തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് എഴുന്നേറ്റ് വരണം. അവനോടുകൂടെ ദൈവം ഇരിക്കും, ഉണ്ടായിരിക്കും. വെളിപ്പെടുത്തപ്പം പിന്നെ അവിടെ കിടക്കരുത്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപം വീണുപോയെന്ന് തോന്നിക്കഴിഞ്ഞ് പരിശുദ്ധാത്മ ഉണർത്തിയെങ്കിൽ അവിടെ കിടക്കരുത്, എഴുന്നേറ്റ് പുറത്ത് വരണം. അങ്ങനെ ശലോമോൻ്റെ ജീവിതത്തിൽ വിഗ്രഹങ്ങൾ വന്നു. അവൻ്റെ മകൻ അബിയാവിൻ്റെ ജീവിതത്തിൽ വിഗ്രഹ ആരാധന ഉണ്ടായി. ദൈവത്തിന് അനിഷ്ടമായ ആരാധന അവിടെ ഉണ്ടായിരുന്നു. യെരോബെയാം രാജാവും എന്ത് ചെയ്തു? ഇവരവിടെ പോകാതെ ഇരിക്കാനാണ് 2 കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചത്. ഇവരാരും എന്ത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്. ഇവിടെ വിഗ്രഹാരാധന വരാൻ കാരണം എന്താ? ശലോമോൻ്റെ വീക്ക്നെസ് കൊണ്ട്. അപ്പം ജീവിതത്തിൽ വീക്ക്നെസ് കൊണ്ടും പാപം വരാം. അവിടെ പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ എന്ത് ചെയ്യാൻ വരാം? വിഗ്രഹാരാധന വരാം. രണ്ടും ദൈവത്തിന് അനിഷ്ടമായത്. 2 പേരും പിന്മാറ്റത്തിൽ പോയവരാ. പക്ഷെ യുദ്ധം വന്നപ്പോൾ ജയിച്ചതാരാ? അബിയ രാജാവ്. അബിയ രാജാവ് ജയിക്കാൻ കാരണം എന്താ? യുദ്ധത്തിൽ അവൻ ആ മലയുടെ മുകളിൽ എഴുന്നേറ്റ് നിന്ന് അവിടെ അവൻ പറയുകയാണ്, എഫ്രൈം മലനാട്ടിലെ സമരായ മല മുകളിൽ നിന്നുകൊണ്ടവൻ പറഞ്ഞ് യെരോബെയാമോടും രാജാവ് യെരോബെയാമോടും അവനോട് കൂടെ നിന്ന സകല ഇസ്രായേൽ ജനത്തോടും അവൻ വിളിച്ചു പറഞ്ഞത്, ഇസ്രായേൽ രാജ്യത്വം ഞങ്ങളുടെ പിതാക്കന്മാരായ ദാവീദിനെ ഏൽപ്പിച്ചതാണ്. ഞങ്ങൾ ചെറിയ ഗോത്രമാണെങ്കിലും ആ കവനന്റ് ദൈവം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്നെ ദൈവം രാജാവാക്കിയത്. അല്ലാതെ എൻ്റെ മാന്യത കൊണ്ടോ എൻ്റെ മിടുക്കും കൊണ്ടോ അല്ല.
ഐ ബിക്കേം കിങ് ബിക്കോസ് ദൈവത്തിൻ്റെ ഉടമ്പടി നിലനിർത്താൻ. പക്ഷേ എൻ്റെ അപ്പൻ ശലോമോൻ പാപം ചെയ്തുകൊണ്ട് ആ ശിക്ഷയ്ക്ക് പകരം 10 ഗോത്രം നിനക്ക് തന്നല്ലോ. ഞാനൊന്ന് വ്യാഖ്യാനിച്ച് പറയാം, തന്നല്ലോ. പക്ഷെ നീ ഇപ്പോൾ യുദ്ധം ചെയ്തത് ഞങ്ങൾക്കെതിരായിട്ടല്ല, നീ ദൈവത്തിനെതിരായിട്ടാണ്. ഓർത്തോളണം, നമ്മൾ ഒരിക്കലും നമ്മുടെ കുടുംബാംഗങ്ങൾക്കെതിരായിട്ടോ ചർച്ചിൽ വരുന്നവർക്കെതിരായിട്ടോ നമ്മൾ എന്ത് ചെയ്യരുത്, എഴുന്നേക്കരുത്. വളരെ പാപമാണ്. പറയണോ, ഞങ്ങൾ ചെറിയ കുടുംബമാണ്, അത് ശിക്ഷയാൽ ഞങ്ങൾ ചെറുതായി പോയതാണ്. പക്ഷെ ദൈവത്തിന് ഉടമ്പടി ചെയ്തിട്ടുണ്ട് മക്കളെ, അതൊന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇവന് കുറച്ചുകൂടെ ദേഷ്യം. എന്തോ ഉടമ്പടി, വല്യപ്പച്ചനായിട്ട് ദൈവം ചെയ്ത ഉടമ്പടി നിലനിർത്താം, ഓടോ അവിടെ നിന്ന് പറഞ്ഞിട്ടു വളരെ നിസ്സാരമായി കണ്ടു. എന്തായാലും അവൻ ദൈവമക്കളോടല്ല മത്സരിച്ചത്, ദൈവജനത്തോട് മാത്രമല്ല, അവൻ ദൈവത്തോടെയാണ് മത്സരിച്ചത്. സോ ബി കെയർഫുൾ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരാൻ കാരണം നമ്മൾ മത്സരിക്കുന്നത് കൊണ്ടാണ്. ആരോടെങ്കിലും മത്സരിക്കുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങളോടോ, സഹോദര സഹോദരിമാരോടോ, അല്ലെ മക്കളോടോ, കൊച്ചുമക്കളോടോ, അപ്പനോടോ, അമ്മയോടോ മത്സരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? മത്സരം ഉണ്ടെങ്കിൽ നിർത്തുക. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അത് ഒരിക്കലും ദൈവമക്കൾക്ക് നല്ലതല്ല. അങ്ങനെ മത്സരിക്കുന്നവൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയാമോ? ദൈവമാണ് നിങ്ങളുടെ ശത്രുവായി മാറുന്നത്. നിങ്ങൾ പറയാം, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാ, ഇസ്രായേൽ ഗോത്രത്തിലുള്ളവരാ, ഞങ്ങളാണ് വിലപ്പെട്ടവർ, ഞങ്ങളാണ് യഹൂദന്മാർ, ഞങ്ങളുടെ ആബ്രഹാമിൻ്റെ നത്തിങ്. നീ ദാവീദിൻ്റെ മകനെന്ന് പറഞ്ഞാൽ പാപം ചെയ്താൽ നിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുന്നത് ദൈവം. ബി എ ഫ്രണ്ട് വിത്ത് ഗാഡ്. ദൈവത്തിൻ്റെ സ്നേഹിതനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒബേ ഹിം. നമ്മൾ വീട്ടിൽ പോയാൽ അറിയാം, ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പേരൻസിൻ്റെ കൂടെ ഫ്രണ്ട്സായിരിക്കും. കണ്ടിട്ടുണ്ടോ? കാരണം എന്താണെന്നറിയാമോ? അവർ കൂട്ടുകാരായിട്ടിരിക്കാൻ കാരണം മാതാപിതാക്കളെ അനുസരിക്കുന്നത് കൊണ്ടാണ് മാതാപിതാക്കൾക്ക് മക്കളോട് കൂട്ടുകൂടാൻ പറ്റുന്നത്. മനസ്സിലാക്കുന്നില്ല. കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു ബന്ധം ഇല്ലാത്തതുകൊണ്ട്. ഇന്ന് തൊട്ട് കുഞ്ഞുമക്കളെ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിച്ച് നോക്കിയേ, മാതാപിതാക്കൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് മാറും. അനുസരിക്കാത്ത കാലം വരെ നിങ്ങളുടെ അപ്പന്മാർ ഒരിക്കലും നിങ്ങളുടെ സ്നേഹിതന്മാരായി മാറത്തില്ല. അതേപോലെ സ്വർഗത്തിലെ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ മാത്രമേ ഹി വിൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് യു. അതുകൊണ്ടല്ലേ ആബ്രഹാമോട് പറഞ്ഞത് ഹി ഈസ് മൈ ഫ്രണ്ട്. ആബ്രഹാം അല്ല പറഞ്ഞത് ഞാൻ ദൈവത്തിൻ്റെ ഫ്രണ്ടാണ്. ദൈവം പറഞ്ഞു ഹി ഈസ് മൈ ഫ്രണ്ട്. നമ്മളും ഇങ്ങനെ ആരാധിക്കും, അവൻ എൻ്റെ സ്നേഹിതൻ ചെയ്യുന്നു. ദൈവം പറയും ഞാൻ കണ്ടിട്ട് പോലുമില്ല, എനിക്കറിയത്തില്ല, ഒരു പരിചയമില്ല എന്ന് പറയും, അല്ലേ? നമ്മുടെ ആരാധനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ദൈവത്തിൻ്റെ ഉറ്റ സ്നേഹിതൻ പറയും. കർത്താവ് മൈൻഡ് പോലും ചെയ്യത്തില്ല. നീ ഒരു പാട്ട് പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തെ അനുസരിച്ചാൽ മതി. ആബ്രഹാം എത്ര പാട്ട് എഴുതി? ഒരു പാട്ടും ഇല്ലായിരുന്നു. അവനൊരു പാട്ടും പാടിയിട്ടില്ല, ഒരു ഇൻസ്ട്രുമെൻസും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷെ ദൈവത്തോട് ചോദിച്ചാൽ പറയും, ദൈവം പറയും ഹി ഈസ് മൈ ഫ്രണ്ട്. ഹല്ലേലൂയ. സൺഡേ പാട്ട് പാടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വചനം കേട്ട് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ. ആമേൻ. അപ്പം അബിയ ഒരു മാനസാന്തരപ്പെട്ടവനായിരുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവൻ്റെ പിന്മാറ്റ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും മാനസാന്തരപ്പെട്ട ഒരു ജീവിതം അബിയയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് 8 ലക്ഷം ശത്രുക്കൾ അവന് വിരോധമായി എഴുന്നേറ്റും അതിൻ്റെ നടുവിൽ അവനെ ജയാളിയായി നിർത്തിയ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവൻ പറയാണ് നിങ്ങൾ വലിയ സമൂഹമുണ്ട്. ആദ്യം പറഞ്ഞു ഞങ്ങൾ ചെറുതായിപ്പോയി, എൻ്റെ അപ്പൻ ചെയ്ത പാവാ, പക്ഷെ ദൈവം ഞങ്ങളെ കൈവിടത്തില്ല, കാരണം ഉടമ്പടി ചെയ്തതാ. ഞാനും പിന്മാറ്റത്തിൽ പോയതാ, നിങ്ങളെപ്പോലെ വിഗ്രഹങ്ങളെ ആരാധിച്ച് നടന്നവനാ, പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ദൈവം യഹോവയാണ്. നിങ്ങളവിടെ വായിച്ചു നോക്കിയേ. അവൻ പറയണം നൗ മൈ ഗോഡ് ഈസ് യഹോവ. എന്റെ ദൈവം യഹോവയാണ്. ഞങ്ങൾക്ക് സഹരക്ഷകന്മാരില്ല, വേറെ വിഗ്രഹാരാധനയില്ല. വിശ്വാസികൾ ശ്രദ്ധിച്ചേക്കണം, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ വീട്ടിൽ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം എടുത്ത് കളയും, അല്ലേ? വീട്ടിൽ എന്തെങ്കിലും വിഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് കളയും, അയ്യോ ഇനി അത് പാപമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ വിശ്വാസികളുടെ ഏറ്റവും വലിയ വീഴ്ച എന്താണെന്നറിയാമോ? ഇതെല്ലാം മാറ്റിയാലും ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവാചകൻ ജീവിതത്തിൽ വിഗ്രഹമായിട്ടുണ്ടാവും. വണ്ടി എടുത്ത് പോകും, അല്ലെങ്കിൽ ഫോൺ എടുക്കും, പാസ്റ്റർ ഒന്ന് പറയാമോ, വലിയ പ്രശ്നമാണ്, എന്തെങ്കിലും ദൂതുണ്ടോ, രക്ഷപ്പെടാൻ വല്ലതും ദൂതുണ്ടോ?
ഭയങ്കര സ്റ്റൈലാണ് കേട്ടോ. അവർക്ക് പ്രസൻറ്റേഷൻ എവിടെ സ്കിൽ കിട്ടിയെന്ന് എനിക്കൊരു അറിയത്തില്ല. അവരട്ടിക്കുന്ന അട്ടി കേൾക്കുമ്പോൾ തന്നെ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ആഴമേറിയ സത്യം പോലെ തോന്നും, ജെന്യുവനായിട്ട് തോന്നും. പക്ഷെ കഷ്ടപ്പാടാണ്, വീണ്ടും കഷ്ടത്തിലാണ് പ്രവേശിക്കുന്നത്. പക്ഷെ ക്രിസ്തു യേശുവുക്കുൾ നിൻ്റെ വേർ, ദൈവവചനത്തിൽ നിൻ്റെ വേർ ഊന്നിയിരുന്നാൽ കൊടുങ്കാറ്റടിച്ചാലും മരം ഒന്ന് അടത്തേ ഉള്ളൂ അല്ലേ. ഒരിക്കൽ ഒരു കഴുകൻ ഒരു ഉയർന്ന മലയിൽ ഒരു ഉയർന്ന മരത്തിൻ്റെ ഉച്ചിലിങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റും മഴയൊക്കെ അടിച്ചു. വലിയ കാറ്റൊക്കെ അങ്ങ് അട്ടിക്കാൻ തുടങ്ങി. മരം ഇങ്ങനെ അനങ്ങി വീണ് ഒട്ടിയാറായപ്പം ഇതെന്ത് ചെയ്തെന്നറിയാമോ? ഇതിന് മനസ്സിലായി ഇരിക്കുന്ന ഇരിപ്പിടം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. അവനൊന്നും ചെയ്തില്ല, ജസ്റ്റ് ചിറകിനെ ഒന്ന് വിടർത്തി. അടുത്ത കാറ്റിനെ അത് പറക്കാൻ തുടങ്ങി. അടുത്ത കാറ്റിന് മേഘത്തിൻ്റെ മുകളിൽ അതെത്തി. പ്രവാചകനെയോ പാസ്റ്ററിനെയോ ഒന്ന് വിളിക്കാൻ സമയം കിട്ടിയില്ല. നോ ഐഡൽ വർഷിപ്പ്. വിശ്വാസ ചിറകുകളെ വിടർത്തിയപ്പോൾ എവിടെ എത്തി? മേഘത്തിൻ്റെ മാനസാന്തരപ്പെട്ടവനാ, വിഗ്രഹാരാധന ഒഴിച്ചവനാ, അഹങ്കാരം ഒഴിപ്പിച്ച് കളഞ്ഞവനാ, കയ്പുള്ള മനസ്സ് ഒഴിച്ചു കളഞ്ഞവനാ, നുണ പറയുന്നത് ഒഴിച്ചു കളഞ്ഞ. അവൻ പറയണ ഞങ്ങൾക്ക് ദൈവമുണ്ടടാ. ഈവൻ ദോ വി ആർ സ്മോൾ, ഞങ്ങൾ ചെറിയ കൂട്ടമാണെങ്കിലും ഞങ്ങളുടെ പക്ഷത്താരുണ്ട്, കർത്താവുണ്ട്. അവൻ അവരുടെ പാപത്തെ വിളിച്ചു പറഞ്ഞു, ഡോ നിങ്ങളുടെ ചർച്ചിൽ ആരെങ്കിലും ഒരു കാളയും 7 കാളക്കുട്ടിയും കൊണ്ടുവന്ന പിറ്റേ ആഴ്ച അവൻ നിങ്ങളുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെ ഒന്നുമല്ല. ഞങ്ങളുടെ ചർച്ചിൽ സമർപ്പണമുള്ള ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട പുരോഹിതനും ലേവ്യരും മാത്രമേ ഉള്ളൂ. ദൈവം തിരഞ്ഞെടുത്തവർ മാത്രമേ ഉള്ളൂ. അവരുടെ ജോലി വേറെ ഒന്നുമില്ല. ദിനം പ്രതി രാവിലെയും വൈകിട്ടും യാഗം അർപ്പിക്കണം, യാഗപീഠത്തിൽ രക്തം ചളിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ അവരുടെ കീഴിൽ കുറച്ച് ലേവ്യരുണ്ട്, അവർ ചർച്ചയ്ക്ക് വന്ന് നോക്കിക്കോളും, എല്ലാം ഒന്ന് ക്രമീകരിച്ച് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് എന്തെങ്കിലും. ഞങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷിക്കുന്നുള്ളൂ. അത് ഞാൻ പിന്നെ ശുശ്രൂഷകന്മാർക്ക് ക്ലാസ് എടുക്കാം കേട്ടോ, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, വരുന്ന എല്ലാവരും ഇങ്ങോട്ട് കയറ്റേണ്ട ആവശ്യമില്ല എന്ന് കർത്താവ് ഇവിടെ പറയുക. ആമേൻ. സമർപ്പണമുള്ള, വിശ്വസ്തതയുള്ള, ത്യാഗോജലമായി ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ സൗരഭ്യവാസിനിയായി തീരുന്ന. ആമേൻ. അവർ രാവിലെയും വൈകുന്നേരവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളും പരിമള ധൂപം അർപ്പിക്കുന്നു. പരിമള ധൂപം ഭയഭക്തിയോടും വിശുദ്ധിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്ന, സമർപ്പിക്കപ്പെട്ട്. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാഴ്ചയപ്പം വിശുദ്ധ മേൽ അടുക്കുന്നു, ഹോളി കമ്മ്യൂണിയൻ വളരെ ഭയഭക്തിയോട് ഒരുക്കത്തോടെ എടുക്കുന്ന, പൊന്നില വിളക്കുകൾ വയ്ക്കുന്നവരും അങ്ങനെ. They are enlightened in the presence of God. നിങ്ങൾ ആ വീട്ടിൽ പോയി ആ ഭാഗം വായിച്ചോ. ടൈം ഈസ് റണ്ണിങ്. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് മുൻഗണന കൊടുത്ത് പ്രാർത്ഥിച്ച് ജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വിളക്കായി തീരുന്ന, വിളക്കായി ദൈവം എവിടെ വെച്ചോ അവിടെ ഇരുന്ന് കത്തി ജ്വലിച്ച് പ്രകാശിക്കുന്ന, അങ്ങനെ സമർപ്പണമുള്ള ആക്കിയിരിക്കുന്ന സ്ഥാനത്തിൽ വിശ്വസ്ത പുലർത്തുന്നവർ മാത്രമേ എവിടെ ഉണ്ട്. ആമേൻ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Okay, good. അവൻ വീണ്ടും യേശുവിനെ, കർത്താവിനെ കുറിച്ച് അവിടെ മഹത്വത്തോടെ സാക്ഷി പറയുന്നത് കാണാം. അവർ ഗാഡ് ഈസ് അവർ ഹെഡ്. കർത്താവാണ് ഞങ്ങളുടെ ദൈവം, കർത്താവാണ് ഞങ്ങളുടെ തല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിനെതിരെ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾ ഒരിക്കലും ജയിക്കത്തില്ല, ഹൃദാത്തനായി തീരത്തില്ല എന്ന് അബിയ രാജാവ് ധൈര്യത്തോടെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ബിക്കോസ് ഹി റിപ്പന്റഡ്. മനസ്സാന്തരപ്പെട്ടാൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സത്യ സന്ദേശം ദൈവസന്നിധിയിൽ അവന് പറയാൻ കഴിയത്തുള്ളൂ. അവൻ വീണ്ടും പറയാണ്, പ്ലീസ് ഡോണ്ട് ഫൈറ്റ്.
ഇസ്രായേൽ ജനത്തിനെതിരെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡോണ്ട് ഫൈറ്റ് അഗൻസ്റ്റ് ദ ഗോഡ്. എന്നാൽ യെരോബെയാം രാജാവ് അങ്ങനെയല്ല. അവൻ എന്ത് ചെയ്തു? പുറകിലിരുന്ന് വളഞ്ഞെന്ന്. ഇവൻ സന്ദേശം കൊടുക്കുന്നത് അവിടെ ആൾക്കാർ നിൽക്കുന്നത് ഇവിടെ നിന്നാണ് പറയുന്നത്. പക്ഷേ യെരോബെയാം രാജാവ് എന്ത് ചെയ്തു? പുറകിൽ കൂടെ വളഞ്ഞു. പ്രസവമൊക്കെ തീർന്നു ആശീർവാദം പറയുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കിയപ്പം പുറകെ ഒരു വലിയ കൂട്ടം. ചില വിശ്വാസികൾ അങ്ങനെയാണ്, പുറത്തിൽ കൂടെ ഒന്ന് അറ്റാക്ക് ചെയ്യും. കണ്ടിട്ടുണ്ടോ? കാരണം ഇവിടെ ഇസ്രായേൽ ജനം മാത്രമേ ഉള്ളൂ, നമ്മുടെ വിശ്വാസികളുടെ കഥ മാത്രമേ ഉള്ളൂ. അമ്മോനിയരുടെ മോവാബ്യരുടെ കഥ ഒന്നുമില്ല. ചിലർ പുറകെ കൂടെ വന്ന് കുത്തും. കണ്ടിട്ടുണ്ടോ? നെട്ടിപ്പോയി. പറഞ്ഞേ, നെട്ടിപ്പോയി. മുമ്പിലും ഒരു വലിയ ശത്രു കൂട്ടം, പുറകിലും നെട്ടിപ്പോയി. എല്ലാവരും കാഹളം ഊതി ദൈവത്തോട് നിലവിളിച്ചു കരഞ്ഞു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർക്കെതിരെ എഴുന്നേറ്റ സകല ശത്രുക്കളും ജീവിതത്തിൽ കാണപ്പെട്ട ബലം നഷ്ടപ്പെട്ട് ചത്തുപോയി. പറഞ്ഞേ, ചത്തുപോയി. ചാവാതെ ഇരിക്കണമെങ്കിൽ അബിയാവിനെ പോലെ മാനസാന്തരപ്പെട്ട ഒരു ജീവിതം നയിക്കണം. ബൈബിൾ പറയുന്നു, അവൻ ബലത്തിന്മേൽ ബലം പ്രാപിച്ചു. പറഞ്ഞ എൻ്റെ കൂടെ പറഞ്ഞേട്ടെ, അവൻ ബലത്തിന്മേൽ ആർ ബലത്തിന്മേൽ ബലം പ്രാപിക്കും? മാനസാന്തരപ്പെടുന്നവർ, തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്നവർ, തൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ ജീവിതത്തെ അച്ചടക്കത്തോട് നയിക്കാൻ ആഗ്രഹിക്കുന്നവർ ബലത്തിന്മേൽ ബലം പ്രാപിക്കും. നമുക്ക് യുദ്ധകളമല്ല വിഷയം. നമ്മുടെ വിഷയം ശത്രുക്കളല്ല, നമ്മുടെ മനോഭാവം. എങ്ങനത്തെ മനോഭാവമാണ്? മത്സരിക്കുന്ന മനോഭാവമാണോ? കുറ്റപ്പെടുത്തുന്ന മനോഭാവമാണോ? അതോ മറ്റുള്ളവരെ ചെറുതാക്കുന്ന മനോഭാവമാണോ? ഇല്ല. ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം മറ്റുള്ളവരെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണോ നമുക്കുള്ളത്? റിവെഞ്ച് സ്പിരിറ്റാണോ ഉള്ളത്, അതോ ഫർഗിവിങ് സ്പിരിറ്റാണോ ഉള്ളത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഡു യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്? ദൈവം നമുക്ക് നല്ല സ്ഥാനം തരുന്നത് ദൈവം തന്നെ. യെരോബെയാമിന് സ്ഥാനം കൊടുത്തത് ദൈവം. രാജ്യത്വത്തിൽ രാജാവിൻ്റെ സ്ഥാനത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ദൈവമാണ്. പക്ഷേ അവൻ്റെ ആ രാജ്യസ്ഥാനത്തെ നശിപ്പിച്ച് കളഞ്ഞു. കാരണം അവൻ്റെ പാപമായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതം നശിച്ചു പോകാൻ കാരണം നമ്മുടെ പാപമാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പാപജീവിതം മറഞ്ഞു കിടക്കുന്നത്? വാട്ട് ഈസ് നമ്മുടെ പാപവും ഹല്ലേലൂയ അകൃത്യവും നമ്മുടെ ജീവിതത്തിലിരുന്ന് മാറ്റിയാൽ, പാപജീവിതവും അകൃത്യമുള്ള ജീവിതവും നമ്മുടെ ജീവിതത്തിലിരുന്ന് മാറ്റിയാൽ, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പാപവും അകൃത്യവും നമ്മുടെ ജീവിതത്തിലിരുന്ന് മാറ്റിയാൽ നമുക്ക് ജയാളിയായി ജീവിക്കാൻ സാധിക്കും. അബിയ പിന്മാറ്റക്കാരനായിരുന്നു. അവൻ പിന്മാറി ജീവിച്ചവനായിരുന്നു. അവൻ യെരോബെയാവിനെ പോലെ അല്ലെങ്കിൽ ശലോമിനെ പോലെ പിന്മാറ്റത്തിൽ പോയവനായിരുന്നു. ഒരുവൻ മാനസാന്തരപ്പെട്ടു, മറ്റൊരുവൻ മാനസാന്തരപ്പെട്ടില്ല. ഒരുവൻ മനസ്സ് വെച്ചു, മറ്റുള്ളവൻ മനസ്സ് കൊടുത്തില്ല. ഒരുവൻ ദൈവത്തിൻ്റെ സന്ദേശം കേട്ട് അനുസരിക്കാൻ മനസ്സ് വെച്ചു, മറ്റവനോ ദൈവത്തിൻ്റെ സന്ദേശം കേട്ടിട്ടും അവൻ ധിക്കരിച്ചു. അവൻ റിബലിയസ് ആയിട്ട് മാറി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, രണ്ടു കൂട്ടരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. രണ്ടു കൂട്ടരും ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായിരുന്നു. രണ്ടു കൂട്ടരും ദൈവത്താൽ രാജ്യസ്ഥാനത്തിലേക്ക് അഭിഷേകിക്കപ്പെട്ടവരായിരുന്നു. രണ്ടുപേരും പാപം ചെയ്ത് പിന്മാറ്റത്തിൽ പോയവനായിരുന്നു. ഒരുവൻ മാനസാന്തരപ്പെട്ടു, ഒരുവൻ പിന്മാറ്റ ജീവിതത്തിൽ തന്നെ തുടർന്നു. രണ്ടുപേർക്കും സന്ദേശമുണ്ടായിരുന്നു. നീ എന്നെ ഭയപ്പെട്ട് ജീവിച്ചാൽ, ഇഫ് യു ഒബേ മീ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, ദൈവത്തെ അനുസരിക്കണമെങ്കിൽ ഞാനൊരു നല്ല ഇത് പറഞ്ഞുതരാം.
നല്ലൊരു എന്തോ പറയാൻ ഒരു സൂത്രം പറഞ്ഞു തരാം. ദൈവത്തെ അനുസരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിയാത്തത് വി ഓൾവേസ് ഹിയർ ദ ഗുഡ് മെസ്സേജ്, നോട്ട് ദ റൈറ്റ് മെസ്സേജ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്കെപ്പോഴും നല്ല മെസ്സേജ് കേൾക്കാനാണ് ആഗ്രഹം, പക്ഷേ റൈറ്റ് മെസ്സേജാണ് നമ്മളെ സക്സസ്സിലേക്ക് നയിക്കുന്നത്. ഇഫ് യു ആർ നോട്ട് ലിസണിങ് ടു ദ റൈറ്റ് മെസ്സേജ്, then you will end up in failure. So good message വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, റൈറ്റ് മെസ്സേജ് ഒരിക്കലും തള്ളിക്കളയരുത്. എല്ലാവർക്കും ഗുഡ് മെസ്സേജ് ആവശ്യമാണ്, പക്ഷെ റൈറ്റ് മെസ്സേജ് ഒരിക്കലും തള്ളിക്കളയരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അബിയ രാജാവ് റൈറ്റ് മെസ്സേജ് കേട്ടത് മാത്രമല്ല, അതനുസരിക്കാൻ അവൻ മനസ്സ് വെച്ചു. പക്ഷേ യെരോബിയാം റൈറ്റ് മെസ്സേജ് കേട്ടിട്ടും അവൻ അതനുസരിക്കാൻ മനസ്സ് വെച്ചില്ല. കാരണം അവൻ ലോക ജനത്തിൻ്റെ ആലോചന പ്രകാരം, അവരുടെ ഇഷ്ടപ്രകാരം തൻ്റെ രാജ്യത്തെ നിലനിർത്തുവാൻ, തൻ്റെ സ്ഥാനത്തെ നിലനിർത്തുവാൻ തൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഊന്നി സ്വന്തം ഇഷ്ടപ്രകാരം അവൻ ജീവിതം മുമ്പോട്ട് നയിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അബിയാവ് പിന്മാറ്റത്തിലിരുന്നെങ്കിലും അവൻ തൻ്റെ പാപ ജീവിതത്തെ ഉണർന്നപ്പോൾ അവന് മനസ്സിലായി, ഈ വിഗ്രഹങ്ങളെല്ലാം എൻ്റെ ശത്രുക്കളാണ്, എൻ്റെ ദൈവം മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ, എന്നെ സൃഷ്ടിച്ചവന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ, ദൈവം എന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഞാൻ പ്രമാണിക്കും എന്നുള്ള ഉറപ്പുള്ള തീർമാനത്തിലേക്ക് അവൻ എത്തിയത് കൊണ്ടാണ് ഇത്രയും വലിയ സമൂഹം അവൻ്റെ ശത്രുക്കളായിട്ട് എഴുന്നേറ്റും അതിൻ്റെ നടുവിൽ വളരെ ഒരു സിമ്പിളായിട്ടാണ് ദൈവം സക്സസ് കൊടുത്തത്. അവൻ യുദ്ധം ചെയ്തെന്നോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. ആരാണോ ആദ്യം ശത്രുക്കളായെന്നോ ആരാണ് യുദ്ധം തുടങ്ങിയെന്നോ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ യുദ്ധം അഭിയാരജ് സക്സസ് ആവാൻ കാരണം, അവിടെ ജയിക്കാൻ കാരണം അവൻ മാനസാന്തരപ്പെട്ടത് കൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്കറിയാൻ കഴിയും. കാരണം അവൻ ദൈവത്തെ അവിടെ സാക്ഷീകരിച്ചു. ഹി ടോൾഡ് അവർ ഗാഡ് ഈസ് ഓൺലി യഹോവ. ഞങ്ങളുടെ ദൈവം കർത്താവാണ്, സകലത്തെ സൃഷ്ടിച്ച ദൈവമാണ് ഞങ്ങളുടെ ദൈവം. പറയാൻ കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിൽ കാണപ്പെട്ട വേരുകളെല്ലാം ദൈവവചനത്തിലായി തീർന്നു. ആദ്യം ലോകപ്രകാരമായ സംഭവങ്ങളിലായിരുന്നു അവൻ്റെ വേരുകൾ മുഴുവനും. യെരോബിയാമിനെ പോലെ അല്ലെങ്കിൽ ശലോമോനെ പോലെ അവൻ ഫൈനലി ഹി ഡിസൈഡഡ് ഐ വിൽ ട്രസ്റ്റ് ഇൻ ഗാഡ്. നമ്മുടെ വേരുകൾ, ജീവിതത്തിൻ്റെ ഓരോ വേരുകളും ക്രിസ്തുവുക്കുൾ ആയിരുന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവുക്കുൾ വളരാൻ കഴിയത്തുള്ളൂ. നമ്മുടെ വേരും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആശ്വാസവും നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാം, നമ്മുടെ ആഗ്രഹമെല്ലാം ക്രിസ്തുവിലില്ലാത്ത കാലം വരെ നമുക്കൊരിക്കലും ജയാളിയായി ജീവിക്കാൻ കഴിയത്തില്ല. ഞാൻ ഒരിക്കൽ പടകിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ മനോഹരമായി പൂത്തു നിൽക്കുന്ന താമരച്ചെടി ഞാൻ കണ്ടു. നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ആ താമരച്ചെടിയിൽ ഒത്തിരി ഇലകളുണ്ടായിരുന്നു, നല്ല നല്ല പൂക്കളുണ്ടായിരുന്നു, വളരെ മനോഹരമായിരുന്നു. ഒന്ന് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കുറേ മൊട്ടുകളും കുറേ ഇലകളും ഒക്കെ ഉണ്ടായിരുന്നു. കാണാൻ വളരെ മനോഹരമായിരുന്നു, വളരെ മനോഹരമായുള്ള ഒരു കാഴ്ചയാണ്. പക്ഷേ ചിന്തിക്കാനിടയായി, ഉള്ളിലിരിക്കുന്ന ഇലകളൊന്നും ചീഞ്ഞു പോകുന്നില്ല. അത് വെള്ളത്തിൻ്റെ ഉള്ളിലായിട്ടും പുതുതായി വരുന്ന തളിരുകളും ഇലകളും മൊട്ടുകളും എല്ലാം ഒന്നും ചെയ്യാൻ തുടങ്ങിയില്ല. പൊതുവെ വെള്ളത്തിൽ കിടക്കുന്ന ഇലകൾ എന്ത് ചെയ്യും? ചെയ്യാൻ തുടങ്ങും. പക്ഷെ ചെയ്യാത്ത കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ വേരുകളെല്ലാം മണ്ണിലിരുന്നത് കൊണ്ടാണ്. പല വിശ്വാസികളുടെ വേരുകൾ ക്രിസ്തുവിലല്ലാത്തത് കൊണ്ടാണ് ചെയ്യാൻ കാരണം. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പം ബൈബിൾ വായിച്ച് ധ്യാനിക്കാൻ മറക്കരുത്. പ്രോമിസസ് മാത്രമല്ല അണ്ടർലൈൻ ചെയ്യേണ്ടത്, നിങ്ങളെ തിരുത്തുന്ന ഭാഗങ്ങളെ അണ്ടർലൈൻ ചെയ്യേണ്ടത്. പ്രോമിസസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തില്ലെങ്കിലും ജീവിതം ക്രമീകരിക്കുമ്പോൾ ദൈവം പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറും. വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും താനേ നിറവേറും. ആബ്രഹാം എങ്ങും വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല, അവകാശം പറഞ്ഞിട്ടില്ല അവൻ്റെ മക്കളൊന്നും. പക്ഷേ
അബ്രഹാം ക്രമീകരിച്ച് മുമ്പോട്ട് പോയത് കൊണ്ട് ദൈവം പറഞ്ഞു, ഹീ ഈസ് മൈ ഫ്രണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ഫ്രണ്ട് എന്ന് ദൈവത്തിന് പറയാൻ കഴിയുമോ? ക്രമീകരിക്കാൻ നമ്മൾ പരമേൽപ്പിക്കുന്നോ? നമ്മുടെ ബൈബിളിൽ അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് നോക്കണം. വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും മാത്രമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഭാഗവും നിങ്ങളുടെ ജീവിതത്തിൽ ഹൈലൈറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. എന്ന് നിങ്ങളുടെ കുറവുകൾ ദൈവം എവിടെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു? അബിയാവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൻ മാനസാന്തരപ്പെട്ടു. പക്ഷേ യെരോബെയാം മാനസാന്തരപ്പെട്ടില്ല. He died, മരിച്ചുപോയി. ശലോമോൻ മാനസാന്തരപ്പെട്ടില്ല. God tore his kingdom, അവന്റെ രാജ്യത്തെ ദൈവം കീറിപ്പറിച്ചു. യെരോബെയാം അബിയാവിൻ്റെ കാലത്ത് ബലം പ്രാപിച്ചില്ല. യഹോവ അവനെ ബാധിച്ച് അവൻ മരിച്ചുപോയി. പക്ഷേ അബിയാവോ ബലവാനായി തീർന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കരങ്ങളെ നീട്ടിപ്പിടിക്കാം. എവിടെയാണ് വീണുപോയത്? ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളോട് എന്താണ് സംസാരിച്ചത്? വീട്ടിലുള്ള വിഗ്രഹങ്ങളെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞിരിക്കാൻ നന്നായിരിക്കും, നല്ലതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും വിഗ്രഹമായിട്ടുണ്ടോ? ദൈവത്തിന് മുൻഗണന കൊടുക്കാതെ, പ്രാർത്ഥനയ്ക്ക് മുൻഗണന കൊടുക്കാതെ, ബൈബിൾ വായിക്കുന്നതിന് മുൻഗണന കൊടുക്കാതെ വേറെ എന്തിനെങ്കിലും മുൻഗണന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിഗ്രഹ ആരാധനയാണ്. വേറെ എന്തിനെങ്കിലും മുൻഗണന കൊണ്ട്, ദാറ്റ് ഈസ് ഐഡൽ വർഷിപ്പ്. നിന്റെ ഹൃദയത്തിൽ കയ്പുണ്ടോ? അത് വിഗ്രഹാരാധനയാണ്. പ്രതികാര ചിന്ത ഉണ്ടോ? അത് വിഗ്രഹാരാധനയാണ്. അഹങ്കാരമുണ്ടോ? വിഗ്രഹാരാധനയാണ്. നിങ്ങളഭാവമുണ്ടോ? വിഗ്രഹാരാധനയാണ്. ക്ഷമിക്കാൻ കഴിയത്തില്ല, ദാറ്റ് ഈസ് ഐഡൽ വർഷിപ്പ്. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. കർത്താവ് നിന്റെ ഉള്ളിൽ ഒരിക്കലും വസിക്കാൻ സാധിക്കത്തില്ല. യു കനോട്ട് ലിവ് ഇൻ ക്രൈസ്റ്റ് അൺലെസ് യു റിപ്പന്റ്. ഇഫ് യു റിപ്പന്റ് ഫ്രം യുവർ സിൻസ്, how can you repent? Read Bible. How can you know your sins? Read Bible. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് സഭയോട് ഇത് ഉണർത്താൻ പറയാൻ കാരണം. ഐ ഡോണ്ട് നോ, മേ ബി ചിലർ ബൈബിൾ വായിക്കാത്തവരിരിക്കാം, വചനം ധ്യാനിക്കാത്തവരിരിക്കാം, എനിക്കറിയത്തില്ല. മേ ബി സംബഡി ഈസ് ദേർ. വചനത്തിന് മുൻഗണന കൊടുക്കാതെ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയായി തീരണം. പിന്മാറ്റത്തിൽ പോയി അബിയാ മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ഓ ഹല്ലേലൂയ. അവൻ പറഞ്ഞു, Our God is an almighty God. ഞങ്ങൾക്ക് ദൈവമല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങൾക്ക് മറ്റൊരുത്തരിൽ ഞങ്ങൾ ആശ്രയിക്കുന്നില്ല. ഞങ്ങളുടെ രക്ഷകൻ യേശുവാണ്, ഞങ്ങളുടെ പ്രാണൻ യേശുവാണ്, ഞങ്ങളെ വീണ്ടെടുത്തവർ യേശുവാണ്, ഞങ്ങൾ ഇന്നോളം നയിച്ചതും യേശു, ഇനി നയിക്കാൻ പോകുന്നത് യേശുവാണ്. ഞങ്ങൾക്ക് ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞങ്ങൾക്ക് ഈ ആശ്രയമല്ല മറ്റൊരു. ഞങ്ങൾ ഈ ക്രിസ്തു യേശുവുക്കുൾ വളരും, ഈ ക്രിസ്തു യേശുവുക്കുൾ വരുന്നു. പകൽക്കാലം എന്നോട് സംസാരിച്ച വിഷയത്തിന്മേൽ ഞാൻ സമർപ്പണമുള്ളവനായി ജീവിക്കും. കരങ്ങളെ ദൈവസന്നിധിയിൽ നീട്ടിപ്പിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ